ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു റുവാസ് ലേണിംഗ് ഹബ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 10-ലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, കാരണം നമുക്കറിയാം 10th ക്ലാസ് ഇപ്പോൾ ഭയങ്കര കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫാണ്. അപ്പോൾ എന്താ ജെനറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളെങ്ങനെയാണ് നമ്മളുടേതായ ഈ സ്വഭാവങ്ങൾ, നമ്മളെങ്ങനെ ആണായി, നമ്മളെങ്ങനെ പെണ്ണായി, എങ്കിൽ പെണ്ണുങ്ങൾക്ക് നമ്മുടേതായ സ്വഭാവങ്ങൾ എങ്ങനെ കിട്ടി എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ബയോളജിയിലെ ഒരു പാർട്ട് ഓഫ്, ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്, ജെനറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ജെനറ്റിക്സ് ഓഫ് ലൈഫ്. ആദ്യത്തെ പേജിൽ പറയുന്നത് ദ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ശരീരത്തിലുള്ള ജീൻസിനെ മാറ്റിവെച്ചതിന്, ഒരു സ്വഭാവ ഗുണങ്ങൾ മാറ്റിയതിന് രണ്ട് കെമിസ്റ്റുകൾക്ക് ഇവിടെ നോബൽ പ്രൈസ് കൊടുത്തതായിട്ട് നമുക്ക് ഒരു പത്രവാർത്ത പോലെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. The Nobel Prize of 2020 in Chemistry was shared by Emanuele Charpentier and Jennifer A. Doudna for their contributions in the field of gene editing. ഇപ്പോൾ ജീൻസിനകത്ത് സ്വഭാവ ഗുണങ്ങളെ മാറ്റി വിൽക്കുന്നതിന് കെമിസ്ട്രിയിൽ നിന്ന് ഒരു നോബൽ പ്രൈസ് 2020 ഷെയർ ചെയ്ത രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ജെനിഫറും ഇമാനുവലെ ചാർപെൻറ്റർ എന്ന് പറയുന്നത്. The award is for the discovery of a technology called CRISPR-Cas9, a gene editing process which can bring desirable changes in the genes in DNA. ഒരു ജീനകത്ത് ഇപ്പോൾ ഒരു മനുഷ്യനിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ജീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജീൻസിനെ എടുത്ത് മാറ്റി നമുക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് കൊണ്ടുവെക്കുന്ന ഒരു മെത്തേഡ് കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ദി ഡിസ്കവറി ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് റെവല്യൂഷണറി അഡ്വാൻസസ് ഇൻ ദ ജീൻസ് ഇൻ ദ ഡിസീസ് തെറാപ്പി ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗങ്ങൾ മാറ്റാൻ സാധിക്കും, ഈ ഒരു ജീൻ എഡിറ്റിങ്ങിലൂടെ മാറ്റാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഇവർക്ക് എന്ത് കൊടുത്തത്, ഇന്ന് നോബൽ പ്രൈസ് കൊടുത്തതും. അതേപോലെ അങ്ങനെ ഒരു മെഡിക്കൽ ടെക്നോളജി ഇവർ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇവരെ ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ സംശയമാണ്, കാൻറ്റ് ഈവൻ സീ ജീൻസ്, നമുക്ക് ജീൻസിനെ കാണാൻ സാധിക്കുകയില്ല, ദെൻ ഹൗ ഇറ്റ് ക്യാൻ ബി എഡിറ്റഡ്, എങ്ങനെയാണ് ഇത് എടുത്ത് മാറ്റി പുതിയതിനെ വെച്ച് പഴയതിനെ എടുത്ത് കളഞ്ഞ് പുതിയതിനെ വെക്കാൻ സാധിക്കുന്നതെന്നൊരു കുട്ടി ചോദിക്കുന്നു. ആൻഡ് ജീൻസ് പാർക്ഡ് ദ വേ ഫോർ ജീൻ എഡിറ്റിംഗ്. അപ്പോൾ DNA എന്താണ്, DNA എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ DNAയുടെ സ്ട്രക്ചറൽ ഫോർമേഷൻ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പഴയ കാലങ്ങളിൽ നിന്നുള്ള പഠനമാണ് ഏറ്റവും അവസാനം ഈ ജീൻ എഡിറ്റിങ്ങിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ലൊക്കേഷൻ ആൻഡ് ദ അൾട്രാസൗണ്ട് സ്ട്രക്ചർ ഓഫ് DNA. ഇപ്പോൾ ജീൻ എന്താണ്, DNA എന്താണ് എന്ന് നമുക്ക് ഇനി മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, നമുക്കറിയാം അല്ലേ. നമ്മളുടെ ശരീരത്തിൽ ഓൾ ബോഡി ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ആനിമൽസും പ്ലാന്റ്സും ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഇതാ നോക്ക്, ഈ പടം നോക്ക്. ഈ സെല്ലിനകത്ത് എന്തുണ്ട്? ഒരു ചെറിയ റെഡ് കളറിലുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഈ വെള്ള കളറിലുള്ള ന്യൂക്ലിയസ് ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, വലുതാക്കി കൊടുത്തിരിക്കുന്നത്. ആ ന്യൂക്ലിയസിനകത്ത് എക്സ് പോലിരിക്കുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രോമസോം. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? ക്രോമസോം. ഈ എക്സ് പോലുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രോമസോം. അപ്പോൾ നമ്മളുടെ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെൽസിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനെ മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത്, ഈ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന എക്സ് പോലുള്ള സ്ട്രക്ചറുകളാണ് എന്തെന്ന് പറയുന്നത്, ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രോമസോമിനകത്താണ് ആരുള്ളത് ശരിക്കും? DNA ഉള്ളത്. അപ്പോൾ നമ്മളുടെ സെല്ല് എത്രത്തോളം ചെറുതാണെന്ന് ആലോചിക്കണം, അതിനകത്തിരിക്കുന്ന ന്യൂക്ലിയസ് എത്രത്തോളം ചെറുതാണെന്നായിരിക്കണം, അതിൻ്റെ അകത്തുള്ള ഈ ക്രോമസോമിനകത്തുള്ള DNA. അപ്പോൾ അത്രയും ടെക്നോളജിക്കലി ഭയങ്കര വലുതായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളുടെ സയൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ക്രോമസോമിനകത്ത് ഏണി പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഏണി പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ DNA എന്ന് പറയുന്നത്. അപ്പോൾ ഈ DNA കാരണമാണ്, ഈ DNAയിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ജന്മന രോഗമുണ്ടായി, ഇപ്പോൾ എന്തെങ്കിലും ഷുഗർ പോലുള്ള, ഡയബറ്റിസ് പോലുള്ള, അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ പോലുള്ള നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള നമ്മളെ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് എല്ലാം ഉണ്ടാകുന്നത് ആര് കാരണമാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ക്യാൻസർ, അതേപോലെ ഡയബറ്റിസ് എന്ന് പറയുന്ന കുറേ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് ഈ DNA-യിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ, വളരെ ചെറിയ മാറ്റം, ഒരു പ്രോട്ടീൻ മാറി വേറെ എവിടെയെങ്കിലും പോയിരിക്കുക, അല്ലെങ്കിൽ വേറൊരു പ്രോട്ടീൻ ഇവിടെ വന്നിരിക്കുക, അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജനറ്റിക് ഡിസോർഡറുകൾ ഉണ്ടാകുന്നത്. അതേപോലെ നമ്മളുടെ സ്വഭാവം, ഇപ്പോൾ ചിലപ്പം നമുക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. ചിലർക്ക് അമ്മയുടെ സ്വഭാവം ചിലത് കാണും, ചിലർക്ക് അച്ഛൻ്റെ സ്വഭാവം ചിലത് കാണും. അപ്പോൾ ഇതൊക്കെ എന്താണ്? DNA-ക്കകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ലൊക്കേഷൻ ഓഫ് DNA. ഇപ്പോൾ DNA എവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഡിസ്കവറി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് DNA ന്യൂക്ലിക് ആസിഡ് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലീപ്സ് ഇൻ ദ ബയോളജിക്കൽ സ്റ്റഡീസ്. അപ്പോൾ ബയോളജിയുടെ സ്റ്റഡീസിൽ ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്, ഈ DNA-യുടെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാൻ പറ്റി എന്നുള്ളതുകൊണ്ടുണ്ടായത്. ഓഫ് DNA. In 1953, James Watson along with the Francis Crick had presented the double helical model of DNA. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ DNA-ക്ക് എങ്ങനെയാണ് ഒരു ഏണി പോലത്തെ സ്ട്രക്ചറാണെന്ന് പറഞ്ഞല്ലോ. ഇതിനെ ഡബിൾ ഹെലിക്കൽ മോഡൽ എന്നാണ് പറയുന്നത്. ബയോളജിക്കൽ വേർഡാണ്, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക്കൽ വേർഡാണെന്ത്? ഡബിൾ ഹെലിക്കൽ. രണ്ട് ഹെലിക്സ്, സ്പ്രിങ് പോലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെലിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചറിനെയാണ് ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡബിൾ ഹെലിക്സ് അല്ല, അപ്പോൾ ഇങ്ങനെയും ഉണ്ട് ഉണ്ടോ? രണ്ട് ഹെലിക്സ്, രണ്ട് സ്പ്രിങ്ങുകൾ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ എങ്ങനെ വരും? ആ സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? ഡബിൾ ഹെലിക്കൽ മോഡൽ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Double helical model of DNA. They proposed the structure of DNA based on the X-ray diffraction studies conducted by Rosalind Franklin and Morris Wilkins. ഇപ്പോൾ റോസാലിൻ ഫ്രാങ്കലിനെ നമ്മൾ പഠിക്കും എങ്ങനെയാണ്? എക്സ്റേ കണ്ടുപിടിച്ച സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ട് ആരെയാണ്? റോസാലിൻ ഫ്രാങ്കലിനെയാണ്. അപ്പോൾ ഈ റോസാലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും കൂടെ നടത്തിയ എക്സ്റേ ഡിഫ്രാക്ഷനിൽ നിന്നാണ് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയത്? അതായത് ഈ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും എന്തുണ്ടാക്കിയത്? DNA-യുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയത്. ഓക്കെ. The crucial information that led to this discovery was obtained from the famous photo 51, an X-ray diffraction image of DNA taken by Rosalind Franklin. ഇപ്പോൾ റോസാലിൻ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ എക്സ്റേ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫോട്ടോ 51 എന്ന് പറയുന്ന ഒരു എക്സ്റേ എടുത്തു. അപ്പം അവർ സാധാരണ എക്സ്റേ, ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഓരോ സാധനങ്ങൾ എക്സ്റേയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് അവർ ഫോട്ടോ 51 എന്ന് പറയുന്ന ഒരു ഫോട്ടോയിൽ നിന്നാണ് എന്ത് സ്ട്രക്ചർ മനസ്സിലാക്കിയത്? ഈ DNA-യുടെ സ്ട്രക്ചർ മനസ്സിലാക്കിയത്. റോസാലിൻ ഫ്രാങ്ക്ലിൻ പക്ഷേ വളരെ നേരത്തെ തന്നെ മരിച്ചുപോയി. അതുകൊണ്ടാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും മോറിസ് വിൽക്കിൻസും മാത്രമേ 1962 അവർക്ക് മെഡിസിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ഇവർക്ക് 3 പേർക്കും കൂടെ ചേർത്താണ് എന്ത് ചെയ്തത്? കൊടുത്തത്. കാരണം റോസാലിൻ ഫ്രാങ്ക്ലിൻ അപ്പോഴത്തേക്കും എക്സ്റേ ഡിഫ്രാക്ഷൻ, ഇപ്പോൾ ഒരുപാട് എക്സ്റേ ഇവരുടെ ശരീരത്തിലേക്ക് കയറി ഇവർക്ക് അസുഖം വന്നവർ മരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഡബിൾ ഹെലിക്സ് മോഡലിൻ്റെ ഡിസ്കവറിക്ക് ആർക്കൊക്കെയാണ്? മോറിസ് വിൽക്കിൻസ്, ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ, ഇവർക്ക് 3 പേർക്കും 1962 നോബൽ പ്രൈസ് ഫോർ മെഡിസിൻ ലഭിക്കുന്നത് ഉണ്ടായി. അങ്ങനെ നമ്മൾ സ്ട്രക്ചർ പഠിച്ചു, DNA എവിടെയാണ് ഇരിക്കുന്നതെന്ന് പഠിച്ചു, DNA ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണെന്ന് പഠിച്ചു. ഡബിൾ ഹെലിക്സ് മോഡൽ എന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ ഒരു ഏണി ഇങ്ങനെ കറങ്ങിയിരിക്കുന്നത് പോലെ കാണാം. ഏണി വളഞ്ഞിരുന്നാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു മോഡലാണ് എന്തെന്ന് പറയുന്നത്? ഈ DNA അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി നമുക്കതിനെ കുറച്ചും കൂടെ അകത്ത് കയറി പഠിക്കാം. എങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് DNA? DNA സ്ട്രക്ചർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഷുഗേഴ്സ് ആൻഡ് ഫോസ്ഫേറ്റ്. ഷുഗറുകളും ഫോസ്ഫേറ്റുകളും കൂടെ ചേർന്നിട്ടാണ് ആരുണ്ടായത്? ഈ DNA ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ DNA-ക്ക് 2 സ്ട്രാൻഡുകളാണ് കാണപ്പെടുന്നത്. നമ്മൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ദാ ഇങ്ങനെ ഒരു സ്ട്രാൻഡ്, ഇങ്ങനെ ഒരു സ്ട്രാൻഡ്, കണ്ടോ? ഇങ്ങനെ 2 സ്ട്രാൻഡുകൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രാൻഡ് ഫോം ചെയ്തിരിക്കുന്നതാണ് എന്ത് വെച്ച്? ഫോസ്ഫേറ്റ് വെച്ച്. ഫോസ്ഫേറ്റ് വെച്ച് ഷുഗറും ഫോസ്ഫേറ്റും ഉണ്ടായിരിക്കുന്നത് ആരാ? ഈ സ്ട്രാൻഡുകൾ ഉണ്ടായിരിക്കുന്നത് എന്ത് വെച്ചാണ്? ഷുഗറും ഫോസ്ഫേറ്റും. ഈ സ്ട്രാൻഡുകൾ ഉണ്ടായിരിക്കുന്നത് എന്ത് വെച്ചാണ്? ഷുഗറും ഫോസ്ഫേറ്റും വെച്ചാണ് ഈ സ്ട്രാൻഡുകൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇതാ പച്ച, മഞ്ഞ, വയലറ്റ്, മഞ്ഞ ഇങ്ങനെയുള്ള കളറിൽ കൊടുത്തിരിക്കുന്നത് നൈട്രജൻ ബേസുകളാണ്. എന്താ? നൈട്രജൻ ബേസുകൾ. അപ്പോൾ ഓരോ നൈട്രജൻ ബേസുകൾക്കും പേരുണ്ട്. നോക്കിയേ, പച്ച കളറിൽ കാണുന്നത് അഡിനിൻ, ഓറഞ്ച് കളറിൽ തൈമിൻ, വയലറ്റ് കളറിൽ ഗ്വാനിൻ, മഞ്ഞ കളറിൽ സൈറ്റോസിൻ. അങ്ങനെ 4 നൈട്രജൻ ബേസുകളാണ് എവിടെയുള്ളത്? നമ്മുടെ DNA-ക്കകത്തുള്ളത്. അതാരൊക്കെയാണ്? ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ATGC, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇപ്പോൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 സ്ട്രാൻഡുകൾ ചേർത്തിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഈ DNA ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഏണി മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏണിയുടെ 2 കമ്പ് അതെന്താണ്? ഷുഗറാണ്. അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നിട്ടുള്ള സ്ട്രാൻഡുകളാണ് 2 കമ്പ്. അതിൻ്റെ നടുക്ക് നമ്മളിപ്പോൾ കയറുന്ന പടി ഉണ്ടല്ലോ, ആ പടി എന്താണ്? നൈട്രജൻ ബേസുകളാണ്. എന്നാൽ നൈട്രജൻ ബേസുകൾ അതൊക്കെ ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്തുകൊണ്ടാണ് ഇവിടെ 4 എണ്ണം വന്നെന്ന് നോക്കാം. അപ്പോൾ ഈ 4 നൈട്രജൻ ബേസും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ്, മിങ്കിൾ ചെയ്തിട്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? ഒരു പടിയായിട്ട് മാറുന്നത്. അപ്പം ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്വാനിൻ എപ്പോഴും ആരുമായിട്ടേ ചേരത്തുള്ളൂ? സൈറ്റോസിനുമായിട്ടേ ചേർത്തുള്ളൂ. ഗ്വാനിനും തൈമിനും കയറത്തില്ല, ഗ്വാനിനും അഡിനിനും കയറത്തില്ല. അപ്പോൾ ആരുമായിട്ട് മാത്രം? ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യുകയുള്ളൂ. അതേപോലെ അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർഡറിൽ എഴുതാം ATGC. അഡിനിൻ തൈമിനുമായിട്ട് ചേരുന്നു, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് ചേരുന്നു. ഇങ്ങനെയുള്ള 4 നൈട്രജൻ ബേസസ് ആണ് എന്തിനുള്ളത്? ഒരു DNA സ്ട്രാൻഡിനുള്ളത്. അപ്പോൾ ഒരു DNAയുടെ ചെറിയ സ്ട്രക്ചർ, സിമ്പിൾ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വരയ്ക്കും? ദാ ഇത്രയും ഭാഗം വരയ്ക്കണം. അപ്പോൾ ഈ പെൻറ്റഗണൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊരു ഷുഗർ മോളിക്യൂളാണ്. ഇനി മഞ്ഞ കളറിൽ കാണുന്ന ഈ ഒരു റിങ് ഉണ്ടല്ലോ, ഇതൊരു ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്. അപ്പോൾ നമ്മളോട് പറയുകയാണ് ഒരു DNA-യുടെ സിമ്പിൾ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളിതാ ഇത്രയും ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന സാധനം വരയ്ക്കണം. ഇതാണ് DNA-യുടെ സിംപ്ലസ്റ്റ് ഫോം, സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. അല്ലെങ്കിൽ DNA-യുടെ ഫോമിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം എന്തിനൊക്കെ ചേരും? ഒരു ഷുഗർ മോളിക്യൂള്, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ്. ഇത്ര ഉണ്ടെങ്കിൽ എന്താകത്തുള്ളൂ? ഒരു DNA-യുടെ ഫോർമേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ പടികൾ ഫോം ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്? ഈസ് ഫോംഡ് ബൈ ദ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. ഈ റങ്സ് അല്ലെങ്കിൽ ഈ പടി ഉണ്ടായിരിക്കുന്നത് എന്ത് കാരണമാണ്? ഫോംഡ് ബൈ ദ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസുകളുടെ പെയറിംഗ് കാരണമാണ് എന്തുണ്ടായിരിക്കുന്നത്? ഈ ഒരു റങ്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എങ്കിൽ ബാക്കി അതിനകത്തോട്ട് പോവാം. Nucleotide. Nucleotide is the basic building block of DNA. Each nucleotide is composed of deoxyribose sugar, a phosphate group and a nitrogen base. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു DNA നമ്മളോട് സിമ്പിൾ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് ഫോം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വരയ്ക്കണം? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂള്, ഒരു ഷുഗർ മോളിക്യൂള്, ഒരു നൈട്രജൻ ബേസ്. അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്.
എന്താ വിളിക്കുന്നത്? ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡാണ് DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്ക്. ഇപ്പോൾ ഒരു വീടിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് കട്ട എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വീടിനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു കട്ട വേണം. അതേപോലെ ഒരു DNA ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ന്യൂക്ലിയോടൈഡ് വേണം. ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? DNA ഫോർമേഷൻ നടക്കുന്നത്. അതിനകത്തുള്ള പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫോസ്ഫേറ്റ് എന്തിനു വേണ്ടിയാ? ഫോസ്ഫേറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക് ദ ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. അതാ നോക്ക്, മഞ്ഞ അവിടെ കണക്ട് ചെയ്ത് കണ്ടോ? പടി ഇങ്ങനെ നമ്മുടെ ഏണിക്കകത്ത് ഇങ്ങനെ പടി ഇങ്ങനെ താഴോട്ട് പോയേക്കുന്ന പോലെ ബാക്കിയുള്ള ന്യൂക്ലിയോടൈഡ്സിനെ കണക്ട് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. മുകളിലും താഴെയുമുള്ള ന്യൂക്ലിയോടൈഡ്സിനെ കണക്ട് ചെയ്യുന്ന ആളാണ് ഫോസ്ഫേറ്റ്. ഡിയോക്സി റൈബോസ് ഷുഗർ അല്ലെങ്കിൽ ഷുഗറിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, അതിന് 5 കാർബണുള്ള ഷുഗർ എന്ന് മാത്രമേ ഉള്ളൂ. നൈട്രജൻ ബേസ്, നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്. അതിനകത്ത് എന്തുണ്ട്? ആൽക്കലൈൻ കോമ്പൗണ്ട് ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അത് ചിലപ്പം അഡിനിനാവാം, ഗ്വാനിനാവാം, തൈമിനാവാം, സൈറ്റോസിനാവാം. ഇതാണ് ഒരു സ്ട്രക്ചർ ഓഫ് DNA. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് DNA വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഇത്രയും വരയ്ക്കണം. ഒരു ഫോസ്ഫേറ്റ് വരയ്ക്കണം, ഒരു ഷുഗർ മോളിക്യൂൾ വരയ്ക്കണം, ഒരു നൈട്രജൻ ബേസ് വരയ്ക്കണം. അപ്പോൾ നോക്കാം, വർക്ക്ഷീറ്റിനകത്ത് ചോദിക്കുന്നത് എന്താ? ദ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. DNAക്കകത്ത് എത്ര സ്ട്രാൻഡ് ഉണ്ട്? എങ്ങനെയാ? DNAക്കകത്ത് എത്ര സ്ട്രാൻഡ് ഉണ്ട്? ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ഉണ്ട്, ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ഉണ്ട്. അപ്പം ഡബിൾ സ്ട്രാൻഡഡ്. അപ്പം എന്തെഴുതാം? ഡബിൾ സ്ട്രാൻഡഡ് എന്ന് എഴുതാം. മോളിക്യൂൾ യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡുകൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത മോളിക്യൂൾസ് ഏതൊക്കെയാ? ഒന്ന് ഫോസ്ഫേറ്റും ഷുഗറും. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് ദ റങ്സ്. ആ പടി ഉണ്ടാക്കാൻ യൂസ് ചെയ്ത മോളിക്യൂൾസ് ഏതൊക്കെയാ? അത് നൈട്രജൻ ബേസുകളാണ് യൂസ് ചെയ്തത് അല്ലേ? നൈട്രജൻ ബേസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. What are formation of rungs? And formation of rungs by pairing of nitrogen base. Different types ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണല്ലോ. പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? റങ്സ് ഫോം ചെയ്തത്. ഇനി മോഡ് ഓഫ് നൈട്രജൻ ബേസ് ആരൊക്കെയാണ്? നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് പെയർ ചെയ്യുന്നത്? അഡിനിൻ ഡബിൾ ബോണ്ട് തൈമിനും, ഗ്വാനിൻ ട്രിപ്പിൾ ബോണ്ട് സൈറ്റോസിനും വരുന്നു. മോളിക്യൂൾസ് ഇൻ ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് ആരൊക്കെയുണ്ട്? ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഉണ്ട്, ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ. DNA ആയതുകൊണ്ടാണ് ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ വരുന്നത്. അത് നമ്മൾ സ്ട്രക്ചർ ഓഫ് DNA പറഞ്ഞു അല്ലേ? നമുക്കറിയാം ഒരു ന്യൂക്ലിയസ്. ഇപ്പോൾ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമിനകത്താണ് DNA ഇരിക്കുന്നത്. അപ്പോൾ ദ DNA ഇൻ ഈച്ച് ക്രോമസോം ഈസ് അബൌട്ട് 2 inches. ഒരു ക്രോമസോമിനകത്ത് ഉള്ള DNAക്ക് എത്ര ഇഞ്ചുണ്ട്? 2 ഇഞ്ചുണ്ട്. ഇഫ് DNA ഫ്രം 46 ക്രോമസോം ഓഫ് ഹ്യൂമൻ സെൽ. നമ്മളുടെ ഒരു സെല്ലിനകത്ത് 46 ക്രോമസോം ഉണ്ട്. അപ്പോൾ ഒരു ക്രോമസോമിന് 2 ഇഞ്ച്. അപ്പോൾ 46 കൂടെ ആകുമ്പോൾ എത്ര വരും? 6 feet അല്ലെങ്കിൽ 2 മീറ്റർ വരും. ദ ഹ്യൂമൻ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് ട്രില്യൺസ് ഓഫ് സെൽ. ഒരു സെല്ലിനകത്ത് 2 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരം മുഴുവനും എത്രയാ? ട്രില്യൺസ് ആൻഡ് ബില്യൺസ്. അതുകൊണ്ടാണ് ട്രില്യൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 lakh crore ഓഫ് സെൽസ് ഉണ്ട്. ഈ സെൽസ് എല്ലാം കൂടെ കൂട്ടി വെച്ച് നമ്മളുടെ DNA അളന്ന് നോക്കിയാൽ എത്ര വരും? എബൌട്ട് 67 ബില്യൺ. എന്ന് പറഞ്ഞാൽ ഭൂമിയെ പല തവണ ചുറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ DNAയുടെ ലെങ്ത് തീരുന്നത്. അത്രയും വലുതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? DNA. ആ DNA ആണ് എന്തിന് വിധേയമാക്കിയിരിക്കുന്നത്? എഡിറ്റിങ്ങിന് വിധേയമാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത കുട്ടിയുടെ ചോദ്യം, ഹൗ ഡസ് സച്ച് ലാർജർ DNA ഫിറ്റ് ഇൻ ടു ദ ക്രോമസോംസ്? എങ്ങനെയാണ് ഇത്രയും നീളമുള്ളൊരു DNA
ഈ 5 ഇഞ്ച് 2 മീറ്റർ നീളമുള്ള ഈ ഒരു DNA ഒരു ക്രോമസോമിനകത്ത് പോയി, സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമിനകത്ത് പോയി ഇരിക്കുന്നത്. എങ്ങനെ വരും നോക്കിയേ. അപ്പോൾ ഇതാണ് നമ്മളുടെ DNA. അപ്പം നമ്മൾ പഠിച്ച ഡബിൾ ഹെലിക്സ് നമുക്കിവിടെ കാണാം. ഇങ്ങനെ 2 ഹെലിക്സ്, അത് ചുറ്റി 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 ഏറ്റവും അവസാനം എന്തായി മാറും? ഒരു നൂല് പോലെ ആകും. കണ്ടോ? ഒരു നൂല് പോലെ ആയി മാറും. അപ്പോൾ ഈ നൂല് പോലെ ആകുന്ന DNA ഒരു പ്രോട്ടീനെ കയറി ബൗണ്ട് ചെയ്യും. ആ പ്രോട്ടീൻ്റെ പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പോൾ ആ 4 ബോളുകളെ കയറി ആര് ബൗണ്ട് ചെയ്യും? നമ്മളുടെ DNA അങ്ങ് ബൗണ്ട് ചെയ്യും. ആ പ്രോട്ടീൻ്റെ പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഇനി ആ ഹിസ്റ്റോൺ പ്രോട്ടീനെ ബൗണ്ട് ചെയ്ത DNA അങ്ങനെ ഈ ഒരു ഫോർമേഷൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ്, അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? ഒരു ന്യൂക്ലിയോസോം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ചേർന്ന് അങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമറും DNAയും കൂടെ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ന്യൂക്ലിയോസോം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെപ്പറ്റി എഴുതിയേക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. ക്രോമസോം. DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് എ ക്രോമസോം. അപ്പോൾ നമ്മൾ എക്സ് രൂപത്തിലിരിക്കുന്ന ആ ക്രോമസോം കണ്ടു. ആ ക്രോമസോമിൻ്റെ പ്രധാന പാർട്സ് ഏതൊക്കെയാണ്? ഒരു DNA-യും കാണും, ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനും കാണും. ഹിസ്റ്റോൺ പ്രോട്ടീൻ ഒരെണ്ണേ ഉള്ളൂ, അത് 4 എണ്ണം ചേരുമ്പം അതിനെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. ഒക്ട എന്ന് പറഞ്ഞാൽ 8. അപ്പം ഒരു പ്രോട്ടീനകത്ത് തന്നെ എന്തുണ്ട്? 8 ബോൾസ് കാണുമായിരിക്കും. അതുകൊണ്ടാണ് അവരെ എന്തെന്ന് വിളിക്കുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു DNA-യും ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു ക്രോമസോം ഉണ്ടാകുന്നത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗദർ ടു ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ. അങ്ങനെ 8 പ്രോട്ടീൻ ബോൾസ് ചേരുമ്പോഴാണ് എന്ത് ഫോർമേഷൻ നടക്കുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമർ ഫോർമേഷൻ നടക്കുന്നത്. അങ്ങനെ 8 പ്രോട്ടീൻ ബോൾസ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത്. The DNA strands winds around this octamer to form a structure called nucleosome. അപ്പോൾ നമ്മൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കണ്ടു, ഹിസ്റ്റോൺ ഒക്ടാമർ കണ്ടു, 8 എണ്ണം ഉണ്ടേ. ആ 8 എണ്ണത്തെയും കൂടെ ആര് കയറി അങ്ങ് പൊതിയും? നൂല് പോലിരിക്കുന്ന നമ്മുടെ DNA കയറി അങ്ങ് പൊതിയും. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. എന്താണ്? ന്യൂക്ലിയോസോം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. ഒരു ക്രോമോസോം എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? DNA ഉണ്ട്, അതേപോലെ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ, ഹിസ്റ്റോണും ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീൻസും DNAയും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ക്രോമോസോം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് മൊത്തത്തിൽ എത്ര എണ്ണം? 8 എണ്ണം. ആ 8 എണ്ണത്തെയും കൂടെ ആര് വൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആര് ചുറ്റിപ്പിടിക്കും? ഈ DNA അങ്ങ് ചുറ്റിപ്പിടിക്കും. അങ്ങനെ 8 പ്രോട്ടീൻസിനെ DNA ചുറ്റിപ്പിടിച്ചുണ്ടാകുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോസോം. The chromosomes are formed by packing and coiling numerous chromosomes and recoiling the chains of nucleosome. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോസോംസ് കോയിൽ ചെയ്തും റീകോയിൽ ചെയ്തും ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? ക്രോമോസോംസ് എന്ന് പറയുന്നത്. The chromatids are the part of chromosome which are connected by means of centromere. അപ്പോൾ ഈ ക്രോമസോമിൽ നമ്മൾ എക്സ് വരച്ചു അല്ലേ? ക്രോമാറ്റിഡ്സ് ആർ പാർട്സ് ഓഫ് ക്രോമസോം വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. ഇതാണ് നമ്മളുടെ DNA-യുടെ സെൻറ്റർ. ഈ സെൻട്രോമിയർ ചേർത്ത് ഉണ്ടാകുന്ന ഈ പാർട്ടും ഈ പാർട്ടും, അതേപോലെ ഈ പാർട്ടും ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചേക്കുന്ന ആരുപയോഗിച്ചാൽ? ഈ സെൻട്രോമിയർ ഉപയോഗിച്ചാണല്ലോ. അപ്പോൾ ഈ ഒരു പാർട്ടിനെ, ഈ മുകളിലത്തെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്. ആ മുകളിലത്തെ V പോലത്തെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്. അങ്ങനെ 2 ക്രോമാറ്റിഡുകൾ ഇങ്ങനെ ഒരെണ്ണമുണ്ട്, മുകളിൽ ഒരെണ്ണമുണ്ട്, താഴെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആര് കൂട്ടി യോജിപ്പിച്ചു? സെൻട്രോമിയർ കൂട്ടി യോജിപ്പിച്ചു. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? ക്രോമോസോം എന്ന് പറയുന്നത്. ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്രോമോസോം ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണ്? DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസും. ഹിസ്റ്റോണും ന്യൂക്ലിയോസോമും എന്താണ്? ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്.
അത് 8 ചേരുമ്പോൾ അതെന്തായി മാറും? ഹിസ്റ്റോൺ ഒക്ടാമറായി മാറും. ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA വൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഈച്ച് സ്പീഷീസ് പൊസസ് എ സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോം. ഓരോ സ്പീഷീസിനും ഒരു സ്പെസിഫിക് നമ്പറായിട്ടുള്ള ക്രോമസോം ഉണ്ട്. അപ്പോൾ മനുഷ്യന് 46 ക്രോമസോം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ ഒരു പാറ്റയ്ക്കും പല്ലിക്കും 46 വേണമെന്നില്ല. അതിനനുസരിച്ച് കുറയുകയും ചെയ്യാം, ചിലപ്പോൾ കൂടുകയും ചെയ്യാം. എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ 2 ക്രോമസോമുകളാണുള്ളത്. ഹ്യൂമൻ ബോഡിയിൽ 2 തരത്തിലുള്ള ക്രോമസോമുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സൊമാറ്റിക് ക്രോമസോംസും രണ്ടാമത്തത് സെക്സ് ക്രോമസോംസും. സൊമാറ്റിക് ക്രോമസോംസ്, ദീസ് ആർ ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളുടെ ശരീരഘടന എങ്ങനെ നിയന്ത്രിക്കുന്ന ക്രോമസോംസ് ആണ് ഏതെന്ന് പറയുന്നത്? സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. ദർ ആർ 22 pairs ഓഫ് സൊമാറ്റിക് ക്രോമസോം. മനുഷ്യ ശരീരത്തിൽ 22 പെയർ എന്തുണ്ട്? സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട്. എ പെയർ ഓഫ് ഐഡൻറ്റിക്കൽ ക്രോമസോം ടുഗദർ ഫോം ഹോമോലോഗസ് ക്രോമസോം. 22 പെയർ എങ്ങനെയെന്ന് പറഞ്ഞാൽ മൊത്തം 44 എന്തുണ്ട്? 22 പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം 2. അപ്പോൾ 22 പെയർ ആകുമ്പം 22 × 2 44 ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിക്കൽ ഒരേപോലെ ഇരിക്കുന്നത് ചേർന്നിട്ടാണ് എന്താവുന്നത്? പെയറായി മാറുന്നത്. വൺ ഓഫ് ദീസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ മദർ ആൻഡ് അതർ ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ ഫാദർ. അപ്പം ഈ 2 ഒത്തിയിരിക്കുക. അപ്പോൾ ഒരെണ്ണം അമ്മയുടെയും ഒരെണ്ണം അച്ഛൻ്റെ ആയിരിക്കും. മനസ്സിലായോ? അതാണ് സൊമാറ്റിക് ക്രോമസോം. നമ്മളുടെ സ്വഭാവ ഗുണങ്ങൾ, ശരീരഘടനകൾ, നമ്മളുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, നമ്മളെ സ്ട്രക്ചർ, ബോഡിയുടെ വളർച്ച, കണ്ണെങ്ങനെ ഇരിക്കണം, കാലെങ്ങനെ ഇരിക്കണം, അതൊക്കെ ആരാണ് നോക്കുന്നത്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ക്രോമസോം. ദീസ് ആർ ക്രോമസോംസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. ഒരു കുട്ടി പെണ്ണാണോ ആണാണോ എന്ന് തീരുമാനിക്കുന്ന ക്രോമസോമാണ് എന്തെന്ന് പറയുന്നത്? സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഓഫ് 2 types. സെക്സ് ക്രോമസോം തന്നെ 2 ഉണ്ട്. ഒന്ന് എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. ഒരെണ്ണം ഏതാണ്? എക്സും ഒരെണ്ണം വൈയും. ദ വൈ ക്രോമസോം ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ദാറ്റ് ഓഫ് എക്സ് ക്രോമസോം. ഇപ്പോൾ എക്സിനെ കാട്ടി ചെറുതാണ് എന്തെന്ന് പറയുന്നത്? വൈ. ദസ് ആർ വൈ ജീൻ ഓൺ ദ ക്രോമസോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദ എംബ്രിയോ. ഇപ്പോൾ എക്സ് വൈ ജീനാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിയിൽ എക്സ് വൈ ജീനാണെന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയായിരിക്കും. എക്സ് ജീനാണെന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും. മനസ്സിലായോ? അപ്പം അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള എക്സും അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് എക്സ് ആണോ വൈ ആണോ വരുന്നതനുസരിച്ചാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് എക്സ് ക്രോമസോമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടി പെണ്ണായിരിക്കും. അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വൈ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ആൺകുട്ടി ആയിരിക്കും. ഇങ്ങനെയാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നോക്ക്, ഇതാണ് നമ്മളുടെ 22 പെയർസ് ഓഫ് സൊമാറ്റിക് ക്രോമസോമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് വരുന്നത്. ഈ വൈ എന്ന് പറയുന്നത് അച്ഛൻ്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നത്. വൈ എന്ന് പറയുന്നത് ആരുടെ ശരീരത്തിൽ നിന്നാണ്? അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നു. ഓക്കെ. ഈ വൈ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടി എന്തായിരിക്കും? ബോയ് ആയിരിക്കും. എക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടി എന്തായിരിക്കും? ഗേളായിരിക്കും. അപ്പോൾ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ആരുടെ ക്രോമസോം അനുസരിച്ചാണ്? അച്ഛൻ്റെ ക്രോമസോം അനുസരിച്ച് ആണ്. Attention to the genetic constitution of a female and a male. ഫീമെയിലും മെയിലും എങ്ങനെയാണ് അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അനലൈസ് ദ ഇൻഫർമേഷൻ ഇൻ ദ ടേബിൾ ആൻഡ് ഡ്രൂ റെഫറൻസസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ത്രീയെ കൊടുത്തിട്ടുണ്ട്, ഒരു മെയിലിനെയും കൊടുത്തിട്ടുണ്ട്. മെയിലിൻ്റെ ക്രോമസോം 44 എന്ന് പറയുന്നത് ആരാ? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ഈ 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ഇനി എക്സ് എന്നും എക്സ് വൈ എന്നും പറയുന്നത് എന്താണ്? സെക്സ് ക്രോമസോംസ് ആണ്. എക്സ് എന്നും എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? സെക്സ് ക്രോമസോംസ് ആണ്.
ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 44 പ്ലസ് XX. ഇവിടെ എന്തെഴുതാം? 44 പ്ലസ് XY എന്ന് എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എത്ര ഉണ്ട്? 46. ഇവിടെയും 46. ഇനി നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് മുകളിൽ 44. സൊമാറ്റിക് ക്രോമസോംസ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, 44. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം എത്ര ക്രോമസോം ഉണ്ട്? ഒരു പെയർ സെക്സ് ക്രോമസോം ഉണ്ട്. അത് ഇവിടെ എന്താ മുകളിൽ ഫീമെയിൽ ആകുമ്പോൾ XXും മെയിൽ ആകുമ്പം XY. ഓക്കെ, ഈ ഒരു ഇത്രയും ഭാഗം നിങ്ങൾ നല്ലോണം പഠിക്കുക. അടുത്ത പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.